ആ ക്രിസ്ത്യൻ കലണ്ടർ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? അത് കലണ്ടർ അടിച്ചു വരണ്ടേ? ക്രിസ്ത്യൻ കലണ്ടർ ആധാരം എന്താണ്? ക്രിസ്ത്യൻ കലണ്ടർ ആധാരം ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുന്നതാണ്, അല്ലേ? നാം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി എന്നുള്ളത്. നമുക്ക് ആകാശത്ത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, സാധാരണ ജനങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവില്ലല്ലോ. പക്ഷെ ചന്ദ്രനെ നിരീക്ഷിച്ചാൽ മനസ്സിലാവില്ലേ? ഇല്ലേ? ഈ രീതിയിൽ നിരീക്ഷിച്ചാൽ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും തുടക്കവും അവസാനവും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇതാണ് വാക്യത്തിൽ വിന്യാസം. അപ്പൊ നിങ്ങൾ അതിൽ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ. എന്താണ് ചന്ദ്രൻ എന്താണ് നടത്തുന്നത്? ഞാൻ നേരത്തെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ എന്റെ ഇടയിലേക്ക് നിർത്തിയുള്ള ഒരു അനിമേഷൻ കണ്ടിരുന്നല്ലോ. ചന്ദ്രനെ ഇങ്ങനെ പോകുന്നു, വെള്ളം ഭൂമിക്ക് ചുറ്റും വെള്ളം എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ ആരെങ്കിലും? വെള്ളം ശ്രദ്ധിച്ചോ? ഭൂമിക്ക് ചുറ്റും ശ്രദ്ധിച്ചോ? വെള്ളം എങ്ങനെ അതെന്താണ് നടക്കുന്നത് ശ്രദ്ധിച്ചോ? ചന്ദ്രനുള്ള ഭാഗത്തേക്ക് വെള്ളം നീങ്ങി നിൽക്കുന്നു, അല്ലെ? നോക്കിയാ ശ്രദ്ധിച്ചോ? അത് കുറെ സമയം മണിക്കൂറോളം ഓടിയത് വേലിയേറ്റവും വേലി ഉറക്കും. അപ്പൊ നിങ്ങള് കടപ്പുറത്ത് പോകുമ്പോ മാനത്ത് നോക്കണ്ട, കടലിൽ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തീയതി മനസ്സിലാവും. മനസ്സിലായ? അപ്പൊ കടപ്പുറത്ത് പോയിരുന്നത് മാനത്ത് നോക്കാനല്ല, കടലിലെ വെള്ളത്തിന്റെ ലെവല് നോക്കാനാണ്. ആ ലെവല് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇന്ന് അമാവാസിയാണോ പൗർണമിയാണോ 7 ആണോ 10 ആണോ എന്നല്ല. എന്താണ്? ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വ്യത്യാസം ഉണ്ടാവുന്നത്, ലെവല് മാറുന്നത്. ഇപ്പോ ചന്ദ്രൻ അമാവാസി ദിവസമാണെങ്കിൽ ഹൈ ടൈഡാണ്, അറിയാലോ. വേലിയേറ്റ് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് വെച്ചിട്ട് ആരും ചിന്തിച്ചിട്ടില്ല. ചന്ദ്രനാണ് എന്റെ കഥാപാത്രം, ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത്. ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇവിടെ പ്രളയം. ചന്ദ്രന്റെ പിടിവിട്ടാൽ ഭൂമിയിൽ പ്രളയം. ആരും ചിന്തിച്ചിട്ടുണ്ടോ അത്? എന്തുകൊണ്ടാണ്? ലോകം അവസാനിക്കാൻ പോകുന്നു, ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്നു എല്ലാവരും ഇങ്ങനെ പിളർന്നിട്ട് ഇങ്ങനെ പോയതാ. ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പിളർന്ന് തരിപ്പണമായിരിക്കാണ്. അതിനെ നിങ്ങള് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ചന്ദ്രൻ പിളർന്നു.